Hello everyone, Science Academyയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ CBSE 10ാം ക്ലാസ് രണ്ടാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ടോപ്പിക്കുകൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, എന്താണ് ചാപ്റ്ററിന്റെ പേര്? ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ് അല്ലെ? അപ്പോ ഈ ചാപ്റ്ററിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ചിട്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? ഇല്ലാത്തവർ ഉറപ്പായിട്ടും ഈ വീഡിയോന് മുമ്പുള്ള വീഡിയോ കാണണം, അതിനുശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. ഓക്കെ, എന്നാലാണ് നിങ്ങൾക്ക് അതിന് വളരെ കണക്റ്റഡ് ആയിട്ട് അല്ലെ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കണ്ടിന്യൂവേഷൻ ഇല്ലാതൊന്നും നടക്കില്ലേ? ഓക്കെ, ശരി, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ബ്ലീച്ചിങ് പൗഡർ ആണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എന്തായാലും ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം അറിയാം, നമ്മുടെ കഴിഞ്ഞ 2 വർഷവും പ്രളയവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോ ക്ലീനിങ് പർപ്പസുകൾക്ക് വേണ്ടി ഇറങ്ങിയപ്പോ അല്ലെ, നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു വേർഡാണ് ബ്ലീച്ചിങ് പൗഡർ അല്ലെ. ആ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, ഇനി അതിന്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ബ്ലീച്ചിങ് പൗഡറിലേക്ക് കടന്നാൽ അല്ലെ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ പോയിന്റ് എന്താ പറയുന്നത്? ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആക്ഷൻ ഓഫ് ക്ലോറിൻ ഓൺ സ്ലേക്ക്ഡ് ലൈം എന്ന് പറയുന്നത് അല്ലെ. ഈ ക്ലോറിൻ ഓൺ സ്ലേക്ക്ഡ് ലൈം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലോറിൻ ഗ്യാസ് എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്തായിരുന്നത്? അതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. പ്രീവിയസ് ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും കാണണം. അവിടെ നമ്മള് NaCl അല്ലെ യൂസസിൽ പഠിച്ച ഒരു സംഭവമാണ്. മെനി ഓഫ് കെമിക്കൽസ് ഉണ്ടാക്കുന്നത് ഈ NaCl അക്വസ് സൊല്യൂഷനിൽ നിന്നാണ്. അവിടെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്ത സമയത്ത് അല്ലെ, ഏത് ബ്രൈൻ സൊല്യൂഷൻ അഥവാ NaCl സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന ഒരു ഗ്യാസ് ആയിരുന്നു ക്ലോറിൻ ഗ്യാസ് അല്ലെ. ക്ലോറിൻ ഗ്യാസ് ഏത് ഇലക്ട്രോഡിലാണ് അവിടെ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ. ക്ലോറിൻ ഗ്യാസ് ഏത് ഇലക്ട്രോഡിലാണ് ഉണ്ടാവുന്നത്? പോസിറ്റീവ് ഇലക്ട്രോഡിലായിരിക്കും. എന്തുണ്ടായിരിക്കുക? ക്ലോറിൻ ഗ്യാസ് ഉണ്ടായിരിക്കും. PC എന്ന് ഓർമ്മ വയ്ക്കണം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു. ശരി, ഓക്കെ. അങ്ങനെ റോ മെറ്റീരിയൽ ആയിട്ട് NaCl ഉപയോഗിച്ച് ക്ലോറിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ക്ലോറിൻ ഗ്യാസ് സ്ലേക്ക്ഡ് ലൈം കൂടെ പാസ് ചെയ്യുന്നു. ഡ്രൈ സ്ലേക്ക്ഡ് ലൈം എന്ന് പറയുന്നത്. സ്ലേക്ക്ഡ് ലൈം എന്താ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം അല്ലെ. മലയാളത്തിൽ നമ്മൾ കുമ്മായം എന്നൊക്കെ പറയുന്നു അല്ലെ. അപ്പൊ ഈ സ്ലേക്ക്ഡ് ലൈമിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്? ഇവിടെ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നതിന് കാരണമാകും. നോക്കൂ, അതിന്റെ ഒരു റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ അവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. സ്ലേക്ക്ഡ് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH twice react with the chlorine gas Cl2 in order to produce CaOCl2 കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് അതിന്റെ കെമിക്കൽ നെയിം. ശ്രദ്ധിക്കുക, കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് അതിന്റെ കെമിക്കൽ നെയിം പറയുന്നത്. പ്ലസ് H2O വാട്ടർ ഉണ്ടാവും. നോക്കൂ, ഇവിടെ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞ നിസാര നെയിം അല്ല ബ്ലീച്ചിങ് പൗഡറിനുള്ളത്. ബ്ലീച്ചിങ് പൗഡറിന്റെ നെയിം നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് എന്ത്? CaOCl2 എന്ന്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത കാര്യം എന്താണെന്ന് നോക്കി നോക്കി. എന്താണ് ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ നെയിം എന്ന് നമ്മൾ കണ്ടു. ബ്ലീച്ചിങ് പൗഡറിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അല്ലെ. അതിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. സോൾട്ടിൽ നിന്ന് വലിയ വ്യത്യാസം എന്തിനു കാണിക്കില്ല? ബ്ലീച്ചിങ് പൗഡറിൽ കാണിക്കില്ല. നമ്മൾ പറയാൻ പോകുന്ന എല്ലാ സോൾട്ടുകളും തന്നെ ഇതുപോലെ തന്നെ വൈറ്റ് പൗഡേഴ്സ് ആയിരിക്കും. പക്ഷെ അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഓരോരോ പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ബ്ലീച്ചിങ് പൗഡറിന്റെ ശ്രദ്ധിക്കുക, കെമിക്കൽ ഫോർമുല പറഞ്ഞ് ആലോചിച്ച് വയ്ക്കുക. CaOCl2. അതിന് നമ്മൾ എന്ത് പറയും? കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് പറയുക. ക്ലോറൈറ്റ് ആണ് കേട്ടോ, ITE ശ്രദ്ധിക്കണം, ക്ലോറൈറ്റ് അല്ല. ഓക്കെ, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനും പഠിച്ചു വെക്കുക. അതായത് പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ അല്ലെ. എങ്ങനെയാ പറഞ്ഞത്? ആക്ഷൻ ഓഫ് ക്ലോറിൻ ഓൺ സ്ലേക്ക്ഡ് ലൈം ആണ്. ഓക്കെ, അപ്പൊ ഫോർമുലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. കെമിസ്ട്രിയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോന്നിനും ഫോർമുലാസ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന്റെ കോമൺ നെയിം അറിയണം, കെമിക്കൽ നെയിം അറിയണം. പിടികിട്ടിയല്ലോ? അപ്പൊ എന്തായിരുന്നു കഴിഞ്ഞ സ്ലൈഡിൽ നമുക്ക് സ്ലേക്ക്ഡ് ലൈമിന്റെ കോമൺ നെയിം എന്താണെന്ന് പറഞ്ഞിരുന്നത്? സ്ലേക്ക്ഡ് ലൈം ആണ് കോമൺ നെയിം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് അതിന്റെ കെമിക്കൽ നെയിം. CaOH twice എന്നാണ് അതിന്റെ മോളിക്യുലർ ഫോർമുല. ഓക്കെ, യൂസസ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ അല്ലെ. ബ്ലീച്ചിങ് പൗഡർ എന്തിനാണ് ഉപയോഗിക്കുക? ഒന്ന് പറഞ്ഞു നോക്കിക്കോ.
അല്ലെ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആദ്യത്തെ ഉത്തരം തന്നെ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറയും അല്ലെ, കിണറിലോ അല്ലെങ്കിൽ വെള്ളം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത്. അതെ, അത് വളരെ ശരിയാണ് അല്ലെ? അപ്പൊ നോക്കി നോക്കൂ, ടു മേക്ക് ഡ്രിങ്കിങ് വാട്ടർ ഫ്രീ ഫ്രം ജേംസ് എന്നാണ് പറയുന്നത് അല്ലെ. അതായത് അഴുക്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ നമ്മുടെ പ്രളയത്തിന് ശേഷം നമുക്കറിയാം അല്ലെ, കിണറുകളിലൊക്കെ വെള്ളം പൊന്തി അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് വെള്ളം ഒഴുകി വന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ അത് എന്താ പറയുക, അൺഫിറ്റ് ഫോർ ഡ്രിങ്ക് ആയി. അപ്പൊ അതിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ജേംസ് നമ്മുടെ ഉള്ളിൽ ചെന്ന് നമ്മൾ എന്തെങ്കിലും അസുഖത്തിലേക്ക് വരുത്താതിരിക്കാൻ നമ്മളാണ് അതിനുള്ളിലേക്ക് എന്ത് ചെയ്യുന്ന നമ്മളെ ഒരു ബ്ലീച്ചിങ് പൗഡർ എന്ത് ചെയ്യുന്ന വെള്ളത്തിൽ കലക്കിയ ഡൈലൂട്ടഡ് സൊല്യൂഷൻ ഒഴിച്ച് നമ്മൾ അതിലെ ജേംസിനെ മുഴുവൻ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു ആൻഡ് ഫിറ്റ് ഫോർ ഡ്രിങ്ക് അല്ലെ. ഇനി അതുപോലെ തന്നെ മറ്റു യൂസസ് എന്താണ് ബ്ലീച്ചിങ് പൗഡറിന്റെ? പ്രധാനപ്പെട്ട യൂസസ് നോക്കൂ. ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ മെനി കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. പല കെമിക്കൽ ഇൻഡസ്ട്രീസിലും എന്തിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഈ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജൻ ആഡ് ചെയ്യുക അല്ലെ. അപ്പോ ഈ ഓക്സിഡേഷനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല തന്നെ ആലോചിക്കുക. ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുല എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? കാൽഷ്യം ഓക്സിയോ ക്ലോറൈറ്റ് എന്നാണ് പറഞ്ഞത് അല്ലെ. കാൽഷ്യം ഓക്സിയോ ക്ലോറൈറ്റ് അഥവാ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. ആ ഹൈപ്പോക്ലോറൈറ്റിലെ CaOCl2 എന്ന് പറഞ്ഞത്. Ca കാൽഷ്യം, ഓക്സിജൻ, ക്ലോറിൻ. ആ ഓക്സിജന്റെ പ്രത്യേകത എന്താ? ഈ വാട്ടറിലൊക്കെ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന് ഈ ബ്ലീച്ചിങ് പൗഡറിന് നെയ്സന്റ് ഓക്സിജനെ റിലീസ് ചെയ്യാനുള്ള കഴിവാണ് എന്തെന്നാവുന്ന ബ്ലീച്ചിങ് പൗഡറിന്റെ ഓക്സിഡേഷൻ പ്രോപ്പർട്ടിക്ക് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡറിന്റെ മറ്റു പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് തന്നെ എന്താ പറയുന്നത്? ബ്ലീച്ച് ചെയ്യാം. നോക്കൂ, ബ്ലീച്ച് എന്നുള്ള സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പരിധി വരെ അല്ലെ. നമ്മൾ ബ്യൂട്ടി പാർലറിന്റെ ഫ്രണ്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ബ്ലീച്ചിങ് അല്ലെ. ഇന്ന് പലരും പുറത്തിറങ്ങുന്നത് അല്ലെ ആ ഒരു ധൈര്യത്തിലേക്കാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോ ഈ ബ്ലീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കിയാ, ചില അൺവാണ്ടഡ് കളേഴ്സ് അല്ല നമ്മുടെ അല്ലെ ഡ്രസ്സുകളിലൊക്കെ ആവുന്ന ഈ അൺവാണ്ടഡ് കളേഴ്സ് എല്ലാം എന്ത് ചെയ്യാൻ ബ്ലീച്ച് ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡബിൾ ഷെയ്ഡ് ടീഷർട്സ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊരു പർട്ടിക്കുലർ സോളിഡ് കളർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം എന്ത് ചെയ്യുന്നു, അതിനെ കളറൈസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ ബ്ലീച്ചിങ് ആക്ഷൻ ഉപയോഗിച്ചിട്ട് പ്രത്യേക തരത്തിലുള്ള ഡിസൈനുകളോ ഷെയ്ഡുകളോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ എന്തിനും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കോട്ടൺ ആൻഡ് ലിനൻ ബ്ലീച്ച് ചെയ്യാനായിട്ട്. എന്തിനൊക്കെയാ? കോട്ടൺ, ലിനൻ പോലുള്ള മെറ്റീരിയലുകളെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നു ബ്ലീച്ചിങ് പൗഡർ. അടുത്തത് വുഡ് പൾപ്പ് ഇൻ പേപ്പർ ഫാക്ടറീസ്. A4 പേപ്പർ നമ്മൾ കണ്ടിട്ടില്ല, നല്ല വൈറ്റാണ് അല്ലെ. ഏരിയലിന്റെ ഒക്കെ പരസ്യം പോലെയാണ്. ഏരിയലിന്റെ ബാഗ് പോയി കഴിയുമ്പോൾ അവിടെ വളരെ ബ്രൈറ്റ് ആയി അല്ലെ, അതേപോലെ വൈറ്റ് ആണ്. അപ്പോ വുഡ് പൾപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, അത് അത്രയും ബ്രൈറ്റ് ആണ്. ഒരു ട്യൂബ് ലൈറ്റ് കത്തുന്ന അത്രയും ബ്രൈറ്റ് ആണ് അല്ല. അപ്പൊ നമുക്കറിയാം അങ്ങനെ ഉണ്ടാക്കുന്ന ഷീറ്റുകളെ ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് വേണം? ബ്ലീച്ചിങ് പൗഡർ അല്ലെ, ബ്ലീച്ചിങ് ആവശ്യമാണ്. അപ്പൊ അതാണ് എന്ത് പറയുന്നത് പേപ്പർ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫോർ ബ്ലീച്ചിങ് വാഷ്ഡ് ക്ലോത്ത്സ് ഇൻ ഇൻഡസ്ട്രി അല്ലെ. ഇൻഡസ്ട്രികളിലെ അല്ലെ ലോണ്ടറി പർപ്പസുകളിലൊക്കെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, എന്തെങ്കിലും കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കളയാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ബ്ലീച്ചിങ് പൗഡർ. അപ്പൊ ബ്ലീച്ചിങ് പൗഡറിന്റെ ഇമ്പോർട്ടന്റ് യൂസുകൾ നമ്മൾ പ്രധാനമായിട്ടും 3 എണ്ണമായിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ, കിണറുള്ള വെള്ളം അല്ലെ ഉള്ള കാര്യങ്ങൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത് അല്ലെ. ക്ലോറിന്റെ പ്രസൻസ് ആണ് നമ്മുടെ ബ്ലീച്ചിങ് ആക്ഷനെ കുറിച്ച് പറയുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ബ്ലീച്ചിങ് പൗഡറിനെ എന്തിനെ റിലീസ് ചെയ്യാനുള്ള കഴിവില്ല? നെയ്സന്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? നെയ്സന്റ് ഓക്സിജന്റെ പ്രത്യേകത വളരെ റിയാക്റ്റീവ് ആണ് അല്ലെ. ഏതൊരു ആൾക്കാരുമായിട്ടും പെട്ടെന്ന് ഓക്സിജൻ റിയാക്ട് ചെയ്യുകയും ഓക്സൈഡ് ആയിട്ട് മാറും. ഓക്സൈഡ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിജൻ അല്ലെ, ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫോർ ബ്ലീച്ചിങ് എന്തൊക്കെ ബ്ലീച്ചിങ് പർപ്പസ് ആണ് പറഞ്ഞത്? കോട്ടൺ, ലിനൻ ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് അല്ലെ. അതുപോലെ തന്നെ എന്താ? വുഡ് പൾപ്പ് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പേപ്പർ ഇൻഡസ്ട്രീസിൽ. അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞത് വാഷ്ഡ് ക്ലോത്ത്സ് ലോണ്ടറിയിൽ അല്ലെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത്. അപ്പൊ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ഇതിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ യൂസസ് എന്താണെന്ന് ചോദിക്കാം, സ്വാഭാവികം അല്ലെ. മറ്റു ക്വസ്റ്റ്യൻ എന്തൊക്കെയാ? എന്താണ് ഇതിന്റെ റിയാക്ഷൻ? എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡർ? അതിന്റെ ഫോർമുല എന്താണ് അല്ലെ? അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം ക്വസ്റ്റ്യനുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇതിലെ അടുത്ത ഭാഗം ഏതാണ്? ബേക്കിംഗ് സോഡ എന്നാണ് പറയുന്നത്. ബേക്കിംഗ് സോഡ അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബേക്കിംഗ് സോഡ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
അല്ലെ? ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കെമിക്കൽ ഫോർമുല ആദ്യം പറയാം. NaHCO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സോഡിയം ബൈ കാർബണേറ്റ് അഥവാ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ സോഡിയം ബൈ കാർബണേറ്റ് ഹൈഡ്രോജൻ കാർബണേറ്റ്. ഈ ബേക്കിംഗ് സോഡ എന്താന്ന് ആദ്യം പറയാം. നോക്കൂ, നമ്മൾ സ്നാക്സ് മേടിച്ച് കഴിക്കാറുണ്ട് അല്ലെ, കടയിൽ നിന്നൊക്കെ അല്ലെ. നമ്മൾ സ്നാക്സ് മേടിച്ച് സമോസ അല്ലെ, അതുപോലെ തന്നെ ബജ്ജി മേടിച്ച് കഴിക്കുന്നുണ്ട്. നോക്കൂ, അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കടകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോ എന്താണ് ഈ ക്രഞ്ചിനെസ്സിന് കാരണം, അല്ലെങ്കിൽ ഈ ക്രിസ്പിനെസ്സിന് കാരണം എന്താണ് അല്ലെ? ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ബേക്കിംഗ് സോഡ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്, കേക്ക് അല്ലെ. നമുക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ഉള്ള കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഒന്നാണ് കേക്ക് എന്ന് പറയുന്നത്. ആ കേക്ക് എന്ന് പറയുന്നത് ബ്രെഡ്, ഇത്തരം സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ ഒരു പോറസ് സ്ട്രക്ചർ ഉണ്ട്. അവർ മുറിച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈഡ് ഭാഗം നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രെഡിന്റെ ആ മിഡിൽ പോർഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് ധാരാളം ഹോൾസ് കാണാൻ സാധിക്കും അല്ലെ, പോർസ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് സോളിഡ് ആയിരിക്കുന്ന ഒരു മാവ് അല്ലെ, അതിന്റെ ആ ഒരു ഇൻഗ്രീഡിയന്റ് ഉള്ളില് എന്തുണ്ടായിരിക്കുന്ന ഈ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ഇതിന്റെ യൂസസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇതില് സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ പോയിന്റ് എന്താ, ദ കെമിക്കൽ നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഈസ് സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. വെരി ഇമ്പോർട്ടന്റ്. ബേക്കിംഗ് സോഡ എന്താണ്? സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? കേക്കില്, അതുപോലെ തന്നെ എന്തിലൊക്കെയാ, സ്നാക്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മേടിക്കുക അല്ലെ, കടയിൽ നിന്ന് മേടിച്ചെടുക്കുന്നതാ. അപ്പൊ കടയിൽ നിന്ന് മേടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എന്താ ഇംഗ്ലീഷ് പറയാം? ബൈ അല്ലെ. അപ്പൊ ആലോചിച്ച് വെക്കുക, അതിന്റെ പേര് സോഡിയം ബൈ കാർബണേറ്റ്. നമ്മൾ മേടിക്കുന്നു ബൈ കാർബണേറ്റ്, റൈറ്റ്? ഓക്കെ. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെക്കുക, സോഡിയം ബൈ കാർബണേറ്റ് അഥവാ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് എന്നാണ് എന്തിന്റെ പേര്? ബേക്കിംഗ് സോഡയാണ്. അപ്പോ സോഡിയത്തിന്റെ Na, ഹൈഡ്രോജൻ ഓർ ബൈ പറയുമ്പോൾ H പ്ലസ് CO3 കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. ഓക്കെ. നെക്സ്റ്റ്, എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ പറഞ്ഞു NaClന്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇതൊരു റോ മെറ്റീരിയൽ ആണ്. എന്തൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു? ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇതായിപ്പോ ബേക്കിംഗ് സോഡ. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് നോക്കുക NaCl അല്ലെ. അപ്പൊ അക്വ സൊല്യൂഷൻ ഓഫ് NaCl, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ പോലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? അമോണിയം ക്ലോറൈഡ് പ്ലസ് നമുക്ക് ആവശ്യമായിട്ടുള്ള NaHCO3 സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോ ഈ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താ നോക്കിയപ്പോ, ഈ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയായിരിക്കും? NaOH ബേസും അല്ലെ, അതുപോലെ തന്നെ കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞൊരു വീക്ക് ആസിഡ് കിട്ടും. അപ്പൊ നോക്കൂ, NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചു. അപ്പൊ HCO3 എന്ന് പറഞ്ഞിട്ടുള്ള കാർബോണിക് ആസിഡ് വളരെ വീക്ക് ആയിട്ടുള്ള എന്താണെന്ന് പറഞ്ഞ ഒരു ആസിഡ് ആണെന്ന് പഠിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സോൾട്ടിന്റെ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ സോൾട്ടിന്റെ നേച്ചർ പഠിച്ചു. ആരാണോ ഇതിൽ സ്ട്രോങ് ആ നേച്ചർ ആയിരിക്കും ഈ സോൾട്ടിനാവുമ്പോൾ. NaOH ആണ് ഇതിൽ നിന്ന് കിട്ടുന്ന ബേസ്, കാർബോണിക് ആസിഡ് ആണ് ആസിഡ്. അപ്പൊ കാർബോണിക് ആസിഡ് വീക്ക് ആസിഡും മറ്റേത് സ്ട്രോങ് ബേസും ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ NaHCO3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് ഒരു ബേസിക് സോൾട്ട് ആണ്. പിടികിട്ടിയായിരുന്നോ? ഇതൊരു ബേസിക് സോൾട്ട്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് എ മൈൽഡ് കൊറോസീവ് ബേസിക് സോൾട്ട്. മൈൽഡ് കൊറോസീവ് എന്ന് വെച്ചാൽ കുറച്ച് മാത്രമേ എന്തുണ്ടാവുള്ളൂ? കൊറോഷൻ ഉണ്ടാക്കുള്ളൂ. അപ്പൊ ആരാ കൂടുതൽ കൊറോഷൻ ഉണ്ടാക്കുന്നത്? ഈ NaOH എന്ന് പറഞ്ഞ ആള് എന്താണെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? NaOH വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇയാള് വളരെയധികം കൊറോഷൻ ഉണ്ടാക്കാൻ, കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സ്റ്റോർ ചെയ്തിട്ടുള്ള കണ്ടെയ്നർ ഒക്കെ കൊറോഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ സോൾട്ട് ഒരു മൈൽഡ് കൊറോസീവ് ആണ് എന്ന് പറഞ്ഞാൽ NaOH അത്രയും കൊറോസീവ് അല്ല, എന്നാൽ നല്ല ബേസിക് ആണ്. പിടികിട്ടിയായിരുന്നോ? ശരി. അപ്പൊ സ്റ്റോർ ചെയ്യാനൊക്കെ എളുപ്പമാണ് ആരെ? ബേക്കിംഗ് സോഡ. ഓക്കെ. നമുക്ക് അവരുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അല്ലെ. ആദ്യത്തെ ബബിളിൽ പറയുന്നത് എന്താ നോക്കൂ, ഫോർ മേക്കിംഗ് ബേക്കിംഗ് പൗഡർ അല്ലെ. ബേക്കിംഗ് പൗഡർ എന്താന്ന് നോക്കിയോക്കൂ. ബേക്കിംഗ് പൗഡർ ഇസ് എ മിക്സ്ചർ ഓഫ് സോഡ അല്ലെ, ബേക്കിംഗ് സോഡ അതായത് NaHCO3 ആൻഡ് an edible acid. edible acid വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാവുന്ന ടാർട്ടാറിക് ആസിഡ് പോലുള്ള ഒരുപാട് edible acids ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, അസറ്റിക് ആസിഡ്, വിനേഗർ അല്ലെ, ഓക്സാലിക് ആസിഡ്, തക്കാളി, ടൊമാറ്റോയിലുള്ളത് അല്ലെ. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ട് ടെർമറിനിൽ വരുന്ന ആസിഡ് ആണ് എന്ന് പറയുന്നത് ടാർട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ എഡിബിൾ ആസിഡിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ ഒരു റെക്ടാങ്കുലർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? NaHCO3 ഒന്നില്ലെങ്കിൽ ഈ ബേക്കിംഗ് സോഡ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഹീറ്റ് ചെയ്യുകയോ ചെയ്താൽ ഈ റിയാക്ഷനിൽ നിങ്ങൾക്ക് കാണാം ബേക്കിംഗ് സോഡ പ്ലസ് H+. എന്തിനൊക്കെ കാണിക്കുന്ന H+? വാട്ടറിലുണ്ട്, ആസിഡ്സിലുണ്ട് അല്ലെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്തിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? CO2 കാർബൺ ഡൈ ഓക്സൈഡ്
പ്ലസ് H2O വാട്ടർ, സോഡിയം സോൾട്ട് ഓഫ് ആസിഡ്. ബാക്കി രണ്ട് പ്രൊഡക്റ്റിനെ വിട്ടിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈ സോളിഡ് സബ്സ്റ്റൻസിനെ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞു ബ്രെഡ്, കേക്ക് പോലുള്ള ഫുഡ് ഐറ്റംസിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ചെറിയ ചെറിയ പോറസ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം അല്ലെ. ഇറ്റ് ബിക്കം സ്പോഞ്ചി അല്ലെ, വളരെ സ്മൂത്ത് സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിരിക്കും. നല്ല സ്മൂത്ത് കേക്ക് കഴിക്കണം അല്ലെ, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകൾ മേടിച്ചിട്ട് നമ്മൾ ആ ക്രീം മാറ്റി സൈഡിലെ ബ്ലാക്ക് പോർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാത്തുള്ളൂ ഈ പോർ സ്ട്രക്ചർ. അപ്പൊ അതിന് കാരണമാരാണ് ഈ CO2 ആണ്. ആ CO2 എവിടെ നിന്നുണ്ടായ NaHCO3 എന്ന് പറഞ്ഞിട്ടുള്ള ബേക്കിംഗ് പൗഡറിൽ നിന്നും അല്ലെ. ആ ബേക്കിംഗ് പൗഡർ എങ്ങനെ പ്രിപ്പയർ ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു NaClന്റെ സൊല്യൂഷനിലേക്ക് അമോണിയ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്തിട്ടാണ്. ശരി, അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചു. അപ്പൊ ബേക്കിംഗ് പൗഡറിൽ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, ബ്രെഡ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്നാക്കുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നു, ബേക്കിംഗ് പൗഡർ. അടുത്ത് നോക്കൂ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സോഡ, ആസിഡ്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. ഈ റെക്ടാംഗുലർ ബോക്സിൽ തന്നെ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യുന്നു ഏതെങ്കിലും ആസിഡ് ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അതിന്റെ പേരെന്തായിരുന്നു, സോഡിയം. അതിലാണ് സോഡ. ആസിഡ് കൂടി ചേർക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആസിഡ്. അതാണ് സോഡ ആസിഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് വെച്ചാൽ എന്താ, തീപിടുത്തത്തിനൊക്കെ എടുക്കുക, തീ കത്താനായിട്ട് സഹായിക്കാണ്ടിരിക്കുക. The gas which not helps to burn അല്ലെങ്കിൽ which extinguish fire നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏതാ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. അതേ കാർബൺ ഡൈ ഓക്സൈഡിൽ ഇതിലൊരു പ്രൊഡക്റ്റ് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കുന്ന ഇത് പമ്പ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു ലെയർ എന്തുണ്ടാക്കുന്ന പ്രിവെന്റ് ഫയറിങ് അല്ലെങ്കിൽ ബേണിംഗ്. ബേണിംഗ് എന്ത് ചെയ്യുന്ന അത് പ്രിവെന്റ് ചെയ്യും. അപ്പൊ എന്തായി, അത് ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട്. സോഡ ആസിഡ് പേര് വരാനുള്ള കാരണം നമ്മൾ പറഞ്ഞു സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് ഒന്ന്, അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത്. ശരി, അടുത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഗ്രീഡിയന്റ് ഇൻ ആന്റാസിഡ്സ് അല്ലെ. ബീയിങ് ആൽക്കലൈൻ ഇറ്റ് ന്യൂട്രലൈസ് എക്സസ് ആസിഡ് ഇൻ സ്റ്റൊമക്. ശരി, ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് സമോസയോ അല്ലെങ്കിൽ ബജ്ജിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോ നമുക്ക് പിന്നെ ഒന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല അല്ലെ. ചിലവർക്ക് കേട്ടോ, ഉറപ്പായിട്ട് അത് ചിലവർക്ക് മാത്രമാണ്. പക്ഷേ എന്തുണ്ടാക്കുന്നു, നമുക്ക് വയറിലൊക്കെ ഒരു ഫ്ലെയിമിങ് ഫീലിംഗ് ഉണ്ടാവും അല്ലെ. ആ പറഞ്ഞിട്ടുള്ള പെയിൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജലൂസിൽ പോലുള്ള മരുന്നുകൾ കഴിക്കണം. ആ ജലൂസിൽ മരുന്നുകളാണ് നമ്മൾ ആന്റാസിഡ്സ്. ഈ ആസിഡിറ്റിനെ എന്ത് ചെയ്യുന്നു, ക്യൂർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റാസിഡ്സ്. ആ ആന്റാസിഡുകൾ ജലൂസിൽ പോലുള്ള മരുന്നുകളിലൊക്കെ വരുന്ന ഒരു കമ്പോണന്റ് ആണ് ആരെന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ. കാരണം എന്താണ്, ഇറ്റ് ഈസ് എ മൈൽഡ് കൊറോസീവ് ബേസിക് സോൾട്ട് എന്നാണ് പറഞ്ഞത്. ബേസ് ആണ് അതല്ലേ, ബേസിക് നേച്ചറാ. 10 പോയിന്റ് ആണ് ഇതിന്റെ pH വരുന്നത്. അപ്പൊ എന്താ പ്രത്യേകത, എന്തെങ്കിലും തരത്തിലുള്ള ആസിഡിറ്റി നമ്മുടെ സ്റ്റൊമക്കിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിന്റെ സാന്നിധ്യം അതിന് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. പക്ഷേ ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ല യൂഷ്വലി അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ പോലുള്ളതാണ്. കാരണം ഇയാൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നതാണ്, റിയാക്ട് ചെയ്തിട്ട് റിയാക്ഷൻ അവസാനിക്കും. അതുകൊണ്ട് വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമാണ് ഇതിന്റെ റിയാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ പ്രശ്നം, കുറച്ചു നേരം റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഇഫക്റ്റ് ഇല്ലാണ്ടാവുമ്പോ അസിഡിറ്റി വല്ലാണ്ടേ കൂടും അല്ലെ. അപ്പൊ ഗുളിക കഴിക്കുന്നതിന് മുമ്പുള്ളതിനേക്കാളും വേഴ്സ്റ്റ് ആയിരിക്കും എന്ത്, അതിനുശേഷമുള്ള അവസ്ഥ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് യൂസസ് ഏതൊക്കെയാന്ന് മനസ്സിലായി അല്ലെ. എന്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ബേക്കിംഗ് പൗഡർ ആയിട്ട് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ എന്തിൽ ഉപയോഗിക്കുന്നു, സോഡ ആസിഡ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൽ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്തിലൊക്കെ ഇൻഗ്രീഡിയൻസ് എന്തിലാ ആന്റാസിഡിൽ ഉപയോഗിക്കുന്നു. ശരി, അപ്പൊ ബേക്കിംഗ് സോഡയാണ് കഴിഞ്ഞ് ഹെഡിങ് വീണ്ടും വരുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് വാഷിംഗ് സോഡ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലെ. എന്താ വ്യത്യാസം, നേരത്തെ ഇതിന്റെ ഫോർമുല NaHCO3 ആയിരുന്നെങ്കിൽ ഇത്തവണ H ഇല്ല, ആര് മാത്രമേ ഉള്ളൂ, എച്ചിന്റെ കുറവ് നികത്താൻ Na2CO3 എന്നാണ് ഫോർമുല വരുന്നത് അല്ലെ. വാഷിംഗ് സോഡ എന്ന് പറയുമ്പോ ശ്രദ്ധിക്കുക, Na2CO3 സോഡിയം കാർബണേറ്റ് അല്ലെ, സോഡിയം കാർബണേറ്റ്. ഇത് നമ്മൾ അലക്കലൊക്കെ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് വാഷിംഗ് പർപ്പസിൽ അല്ലെ. അപ്പൊ നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ ബൈ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ എച്ച് ഉപയോഗിക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു കേക്കൊക്കെ നമ്മൾ മേടിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ സോഡിയം ബൈ കാർബണേറ്റ് എന്നാണ് പറയുന്നത്, സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ അല്ലെ. ഇതിന്റെ കെമിക്കൽ നെയിം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, Na2CO3.10H2O എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അത്, ഡെക്കാഹൈഡ്രേറ്റഡ്
സോഡിയം കാർബണേറ്റ് എന്നാണ് വാഷിംഗ് സോഡയുടെ എക്സാക്ട് കെമിക്കൽ നെയിം. ഇത് പറഞ്ഞില്ലെങ്കിലും അത്ര പ്രശ്നമില്ല. ഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ മതി. ഡെക്ക ഹൈഡ്രേറ്റഡ് എന്ന് പറയാനുള്ള കാരണം എന്താ? 10 മോളിക്യൂൾസ് വാട്ടർ അവിടെ പ്രസന്റ് ആണ് അല്ലെ. അതുകൊണ്ടാണ് അതിനെ ഡെക്ക ഹൈഡ്രേറ്റഡ് എന്ന് വിളിക്കാനുള്ള കാരണം. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ഡെക്ക ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ് അഥവാ ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ. ഓക്കെ, ദെൻ അടുത്ത ഭാഗം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ബേസിക് സോൾട്ട്. ഇതൊരു ബേസിക് സോൾട്ട് ആണ്. അപ്പൊ ഓൾസോ വെക്കാനുള്ള കാരണം എന്താ? തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു NaCO3 എന്ന് പറഞ്ഞ ബേക്കിംഗ് സോഡ ഒരു എന്താണ്? ബേസിക് സോൾട്ട് ആണ്. ഇയാളും ഒരു ബേസിക് സോൾട്ട്. എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കി നോക്കിയാൽ വാഷിംഗ് സോഡ 3 ഇമ്പോർട്ടന്റ് സ്റ്റെപ്പുകളാണുള്ളത്. നോക്കൂ, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ വരുന്നത്? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്യുന്നു. ഇതേ സാധനമാണ് തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്താ കിട്ടുന്നത്? NaCO3. അതാണല്ലോ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞ ബേക്കിംഗ് സോഡ അല്ലെ. അപ്പൊ ആ ബേക്കിംഗ് സോഡ ഉണ്ടാക്കിയതിനു ശേഷം ഓൺ ഹീറ്റിംഗ്, ഈ ബേക്കിംഗ് സോഡ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ സൊല്യൂഷൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NaCO3 എന്തായാലും ഡികമ്പോസ് ചെയ്യും. NaCO3 Na2CO3 സോഡിയം കാർബണേറ്റ് ഡികമ്പോസ് ചെയ്യും. ആ സോഡിയം കാർബണേറ്റ് ഒരു സൊല്യൂഷൻ ആക്കി അതിനെ ചൂടാക്കി റീക്രിസ്റ്റലൈസ് ചെയ്താൽ, ശ്രദ്ധിക്കണം, സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ആക്കി അതിനെ റീക്രിസ്റ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്താ? അതിലെ എക്സസ് വാട്ടർ കണ്ടന്റ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്ന? വാഷിംഗ് സോഡ കിട്ടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് പ്രിപ്പയർ ചെയ്ത് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ അത് എന്തായി മാറി? ബേക്കിംഗ് സോഡ വാഷിംഗ് സോഡയിലേക്ക് മാറുന്നു. അതുകൊണ്ട് 2 പ്രൊഡക്റ്റുകൾ ഒരേ പ്രോസസ് വഴി ചെയ്യാൻ പറ്റും. ഈ പ്രോസസ്സിന് ഒരു പേരുണ്ട്. ഇറ്റ് ഈസ് സോൾവേ പ്രോസസ് എന്നാണ് പറയുന്നത്. സോൾവേ പ്രോസസ്, SOLVAY അല്ലെ, സോൾവേസ് പ്രോസസ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഈ വാഷിംഗ് സോഡയും ബേക്കിംഗ് സോഡയും പ്രിപ്പയർ ചെയ്യുന്ന 2 മെത്തേഡും ഏതന്നെയാണ്? സോൾവേ പ്രോസസ് ആണ്. ബേക്കിംഗ് സോഡയിൽ നിന്ന് ഒരു സ്റ്റെപ്പും കൂടി അതിന് സൊല്യൂഷൻ റീക്രിസ്റ്റലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വാഷിംഗ് സോഡ. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രിപ്പറേഷൻ പഠിക്കണം. ഫോർമുലാസ് അങ്ങനെ തെറ്റിപ്പോവരുത്. ഓക്കെ, ദെൻ ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ് അല്ലെ? വാഷിംഗ് സോഡയുടെ യൂസസ് എന്തൊക്കെയാണ്? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം വാഷിംഗ് സോഡയുടെ യൂസസ് എന്താ. അതിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കാം നമുക്ക്. സോഡിയം കാർബണേറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്ലാസ്, സോപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിരിക്കണേ. എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഗ്ലാസ് ഇൻഡസ്ട്രീസില്, സോപ്പ് ഇൻഡസ്ട്രീസിൽ, അതുപോലെ തന്നെ പേപ്പർ ഇൻഡസ്ട്രീസിൽ. ഇതിൽ ആദ്യത്തെ പറയാം ഗ്ലാസ് ഇൻഡസ്ട്രി. ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിലിക്ക ആണ് അല്ലെ. ഈ സിലിക്കയുടെ ഒപ്പം എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ഈ സോഡിയം കാർബണേറ്റ് കൂടി ആഡ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്കൊരു കോമ്പൗണ്ട് കിട്ടുന്നത്. സോഡിയം പ്ലസ് ഗ്ലാസ്, ഗ്ലാസ് എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ 2 കൂടി ചേർക്കുമ്പോ സോഡ ഗ്ലാസ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. പിടികിട്ടിയായിരുന്നോ? എന്താ കിട്ടുന്നത്? സോഡ ഗ്ലാസ്. ഓക്കെ, ഈ സോഡ ഗ്ലാസ് വളരെ എന്താ പറഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് അത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ സോഡ ഗ്ലാസ് അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞ സോഡിയം കാർബണേറ്റിന്റെ ഉപയോഗം വരുന്നത്. അടുത്ത സോപ്പ്. നിങ്ങൾക്കറിയാം സോപ്പ് എന്ന് പറയുന്നത് എന്താ? സോഡിയം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സോപ്പിന്റെ പ്രിപ്പറേഷനും എന്ത് ഉപയോഗിക്കുന്നത്? ആൽക്കലൈൻ നേച്ചർ ആണ് സോപ്പിന്. ഇയാളും എന്താണ്? ബേസിക് നേച്ചർ ആണെന്ന് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ഉപയോഗിക്കുന്നത്? സോപ്പിന്റെ ഉപയോഗം വരുന്നത്. ദെൻ അടുത്ത കാര്യം എന്താ പറയുന്നത്? പേപ്പർ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നു. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം കോമ്പൗണ്ട്സ് സച്ച് ആസ് ബോറാക്സ്. ബോറാക്സ് സാധാരണ രീതിയിൽ കാർപ്പറ്റ് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ആ സബ്സ്റ്റൻസ് സോഡിയം ബോറാക്സ് ഉണ്ടാക്കാനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ ഈ സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് സോഡിയം കാർബണേറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ക്ലീനിങ് ഏജന്റ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് അല്ലെ. ഡൊമസ്റ്റിക് പർപ്പസുകളിലെ ക്ലീനിങ് ഏജന്റ് ആയിട്ട് ഇതിന്റെ ഹൈ ബേസിസിറ്റി എന്തുണ്ടാക്കുന്ന പറഞ്ഞാൽ ജേമുകളെ അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് ക്ലീനിങ് പർപ്പസുകൾക്ക് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡൊമസ്റ്റിക് ക്ലീനിങ് പർപ്പസുകൾക്ക് ഈ വാഷിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. വാഷിംഗ് സോഡ ഇപ്പൊ നമ്മുടെ ഷർട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റെയിൻ ഒക്കെ ആയി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്റ്റെയിൻ കളയാൻ വേണ്ടിയിട്ട്, വേറെ കളറുകൾക്ക് ഡാമേജ് ഇല്ലാണ്ട്, ഇപ്പൊ നമ്മള് പരസ്യത്തിലൊക്കെ നിങ്ങൾ വാനിഷ് പോലുള്ള അല്ലെങ്കിൽ ഏരിയലിലൊക്കെ കളർ ഗാർഡ് പോലുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെ. അതിലൊരു മേജർ കണ്ടന്റ് ആയിട്ട് ഈ വാഷിംഗ് സോഡ ആയിരിക്കും. കാരണം ആ സ്റ്റെയിനെ മാത്രം നമ്മുടെ ഡ്രസ്സിന്റെ കളറിന് യാതൊരു പ്രശ്നമില്ലാണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഈ സോഡിയം കാർബണേറ്റ് സഹായിക്കും. അതാണ് ക്ലീനിങ് ഏജന്റ് ഇൻ ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവിങ് പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. പെർമനന്റ് ഹാർഡ്നെസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലേ. സോപ്പ്
ലാദർ ഉണ്ടാക്കുന്ന പതയുന്നതിനെ സോഫ്റ്റ് വാട്ടർ എന്നും സോപ്പ് പതയാത്തതിനെ ഹാർഡ് വാട്ടർ എന്നും പറയും. കിണറിലെ വെള്ളം സോഫ്റ്റ് വാട്ടർ എന്ന് പറയാം. ഇനി കടലിലൊക്കെ വെള്ളം നമ്മൾ പറയും ഹാർഡ് വാട്ടർ ആണ്. അപ്പോ ഹാർഡ് വാട്ടർ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കോസ്റ്റൽ ഏരിയാസിൽ അതൊക്കെ എടുത്തിട്ടാണ് ബാക്കിയുള്ള പർപ്പസുകൾക്ക് വേണ്ടി ഫിൽട്ടർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരം വാട്ടറുകളുടെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ചില സോൾട്ടുകളുടെ പ്രസൻസ്, മഗ്നീഷ്യം കാൽഷ്യം സോൾട്ടുകളുടെ പ്രസൻസ് ആണ് ഹാർഡ് വാട്ടറായി മാറാൻ സോപ്പ് പതയുന്നതിൽ നിന്നും അതിനെ പ്രിവെന്റ് ചെയ്യുന്ന ആ മഗ്നീഷ്യത്തിനെയും കാൽഷ്യത്തിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം നമ്മുടെ സോഡിയം കാർബണേറ്റിലെ സോഡിയം അയോൺ എന്ത് ചെയ്യും? അവരുടെ പ്ലേസിലേക്ക് കയറി ഇരുന്നിട്ട് ഹാർഡ്നെസ് ഓഫ് വാട്ടർ അങ്ങനെ തന്നെ റിമൂവ് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ് ആരുടെ പണി? ഈ പറഞ്ഞിട്ടുള്ള വാഷിംഗ് സോഡ. അപ്പൊ എന്താണ് 4 ഇമ്പോർട്ടന്റ് യൂസസ് വാഷിംഗ് സോഡയുടെ അല്ലെ? എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു? ഗ്ലാസ്, പേപ്പർ, അതുപോലെ തന്നെ സോപ്പ് ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്നു. അടുത്തത് സോഡിയം കോമ്പൗണ്ടായിട്ടുള്ള ബോറാക്സിന്റെ മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്നു. അടുത്തത് ക്ലീനിങ് ഏജന്റ് അല്ലെ? ഡൊമസ്റ്റിക് പർപ്പസ് ഞാൻ പറഞ്ഞു, സ്റ്റെയിൻ ഉള്ള കറകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ റിമൂവിങ് പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിച്ചു വരാം. ഓക്കെ, ഇതിനോടൊക്കെ നമ്മൾ 3 സോൾട്ടിനെ കുറിച്ച് പറഞ്ഞു. ബ്ലീച്ചിങ് പൗഡർ, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് CaOCl2, സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് അഥവാ ബേക്കിംഗ് സോഡ. ഇത് മൂന്നാമത്തെ വാഷിംഗ് സോഡ Na2CO3, സോഡിയം കാർബണേറ്റ്. ശരിയല്ലേ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഈ 3 സോൾട്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. യൂസസ് പഠിക്കുക, അതിന്റെ പ്രിപ്പറേഷൻസ് പഠിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ബേസിസിറ്റി പഠിക്കുക, സോൾവേ പ്രോസസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഏകദേശം ഒക്കെ ആയി. അടുത്തൊരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളിലെ മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ മറക്കാതെ കാണണം. എപ്പോഴാണ് അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമ്മൾ നോട്ട് എഴുതി തുടങ്ങണം. അപ്പോൾ നോട്ടുകൾ ഉണ്ടാക്കുക. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.